39 വേൾഡ് റെക്കോർഡ്സ് സ്വന്തം പേരിലുള്ള ആൾ മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ശേഷവും 2013 മുതൽ 2023 വരെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിൽ MJ ഒന്നാം സ്ഥാനത്തായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനോ ഒരു സാധാരണ കലാകാരനോ അല്ലായിരുന്നു. പ്രായമാകുന്നത് പതുക്കെയാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഓക്സിജൻ ചേംബറിലാണ് ഉറങ്ങിയിരുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് 150 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത്രേ. മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനമായ നെവർലാൻഡ് റാഞ്ചിൽ കൊച്ചുകുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫെറീസ് വീൽ, മൂവി തിയേറ്റർ പോലുള്ള ഒരുപാട് വസ്തുക്കൾ ക്രമീകരിച്ചിരുന്നു. അതോടൊപ്പം 1993 ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് നേരെ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന ആരോപണവും ഉയർന്നു. 13 വയസ്സുള്ള ജോർഡൻ ചാൻഡലറാണ് മൈക്കിൾ ജാക്സൺ തന്നോട് ഈ രീതിയിൽ പെരുമാറിയെന്ന് ആരോപിച്ചത്. ഈയൊരു കാര്യം സത്യമാണെന്നും തന്റെ സഹോദരൻ കുട്ടികളോട് ലൈംഗിക വൈകൃതം നടത്തുന്ന ആളാണെന്നും പറഞ്ഞ് മൈക്കിൾ ജാക്സന്റെ സഹോദരിയും അന്ന് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ മൈക്കിൾ ജാക്സന്റെ മരണം നടന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ ബോഡി ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെറും മരുന്നുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാസങ്ങളായി അദ്ദേഹം ഒന്നും കഴിക്കാത്ത രീതിയിൽ MJയുടെ ശരീരം മുഴുവൻ എല്ലും തോലുമായിരുന്നു. സ്കിന്നിൽ മുഴുവൻ ഇഞ്ചക്ഷൻസിന്റെ പാടുകളും. അദ്ദേഹത്തിന്റെ മരണം നടന്നത് മരുന്ന് ഓവർഡോസ് ആയതുകൊണ്ടല്ല, മറിച്ച് അതൊരു കൊലപാതകമാണെന്ന് ആരോപിക്കുന്നു. പ്രൊഫഷണൽ ലൈഫിൽ മൈക്കിൾ ജാക്സൺ എന്തുമാത്രം അച്ചീവ് ചെയ്തെന്ന് വെച്ചാൽ ഇനി ഭാവിയിൽ പോലും ആർക്കെങ്കിലും അത്രത്തോളം നേട്ടങ്ങളെ മറികടക്കാനാകുമോ, അല്ലെങ്കിൽ ആ നേട്ടങ്ങളുടെ അടുത്തെത്താൻ പറ്റുമോ എന്നതിൽ സംശയമാണ്. പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് വളരെയധികം സങ്കീർണമായിരുന്നു. ലഹരി ഉപയോഗം മുതൽ സ്കിൻ കളർ ട്രാൻസ്ഫർമേഷനും ലൈംഗിക ആരോപണങ്ങളും, അങ്ങനെ MJയുടെ ജീവിതം ഉയർച്ചകളും താഴ്ചയും നിറഞ്ഞതായിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1958 ഓഗസ്റ്റ് 29 അമേരിക്കയിലെ ഗാരി, ഇൻഡിയാനയിൽ ജനിച്ച മൈക്കിൾ ജാക്സൺ 10 സഹോദരങ്ങളിൽ 8ാമനായിരുന്നു. MJ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കുടുംബത്തിൽ നിന്നും വരുന്ന ആളായിരുന്നു. അതോടൊപ്പം മൈക്കിൾ ജാക്സൺ താമസിച്ചിരുന്ന ആ സ്ഥലത്തിന്റെ പേരും ജാക്സൺ സ്ട്രീറ്റ് എന്നായിരുന്നു. MJയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും സംഗീതവുമായി ബന്ധമുള്ളവരായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ക്ലാരിനെറ്റ് എന്ന വാദ്യോപകരണവും പിയാനോയും വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ജോസഫ് ജാക്സൺ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ജോസഫ് ജാക്സൺ ഒരു ബോക്സർ കൂടിയായിരുന്നു. ഗിറ്റാർ വായിക്കുന്നതിനോടൊപ്പം അച്ഛൻ ക്രെയിൻ ഓപ്പറേറ്ററായും ജോലി നോക്കിയിരുന്നു. MJയുടെ മുഴുവൻ കുടുംബവും ഒരു 2 ബെഡ്റൂം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മൊത്തത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ശരിയല്ലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ജാക്സൺ ബ്രദേഴ്സ് എല്ലാവരും വളരെ ചെറിയ പ്രായത്തിലെ പാട്ടിലേക്കും നൃത്തത്തിലേക്കും തിരിഞ്ഞത്. പക്ഷേ വളരെ മോശമായ അനുഭവങ്ങളിലൂടെയാണ് അവരുടെ ഈ കരിയർ തുടങ്ങിയത്. അത് MJയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശമായ ഒരു ഫേസ് ആയിരുന്നു. മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ട്രോമയുടെ കാരണവും അതുതന്നെയായി മാറി. ജോസഫ് ജാക്സൺ ബ്രദേഴ്സിനെ എല്ലാവരെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാൻഡിലെ അംഗങ്ങളാക്കി. MJ ബാൻഡിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത് വെറും 6 വയസ്സാണ്. അവരുടെ ബാൻഡിൽ 5 ജാക്സൺ ബ്രദേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ ഏറ്റവും ഇളയാൾ മൈക്കിൾ ജാക്സൺ ആയിരുന്നു. ആദ്യമൊക്കെ മൈക്കിൾ പുറകിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അയാളുടെ കഴിവ് കാരണം അദ്ദേഹം ആ ഗ്രൂപ്പിന് ലീഡ് സിംഗറായി മാറി. റിഹേഴ്സലിന്റെ സമയത്ത് വളരെ ചെറിയ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ പോലും അവരുടെ അച്ഛൻ അവരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. മൈക്കിൾ ജാക്സൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അവരുടെ പിതാവ് അവരെ കൊണ്ട് ദിവസവും 5-6 മണിക്കൂർ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നുവെന്ന്. ഒപ്പം അച്ഛന്റെ കയ്യിൽ എപ്പോഴും ഒരു ബെൽറ്റും കാണുമായിരിക്കും. പാട്ട് പാടുമ്പോൾ ഒരു നോട്ടെങ്കിലും തെറ്റിപ്പോയാൽ അച്ഛൻ ആ ബെൽറ്റ് കൊണ്ട് മൈക്കിളിനെ ഒരുപാട് തല്ലുമായിരുന്നു. കൂടാതെ കുട്ടിക്കാലം മുതലേ മൈക്കിൾ ജാക്സന്റെ മൂക്കിന്റെ ആകൃതിയും സൈസും വിചിത്രമാണ്, കൊള്ളില്ല എന്ന് പറഞ്ഞ് അച്ഛൻ എപ്പോഴും MJയെ കളിയാക്കിയിരുന്നു. പിതാവിന്റെ പ്രവൃത്തികളെല്ലാം MJയെ നെഗറ്റീവായാണ് സ്വാധീനിച്ചത്. പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ MJ ഒരുപാട് പ്ലാസ്റ്റിക് സർജറീസ് ചെയ്തതിൽ ഈ കാര്യങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. MJയുടെ വോയിസിനെ എപ്പോഴും ഹൈ ആക്കി നിർത്താൻ വേണ്ടിയും എന്നും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് പ്യൂബർട്ടി ഡിലേ ചെയ്യുന്ന മരുന്ന് കുത്തിവെക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഡോക്ടർ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൈക്കിളിന് ഈ ഇഞ്ചക്ഷൻസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 13 വയസ്സാണ്. ഈ ഇഞ്ചക്ഷൻസ് കാരണം അദ്ദേഹത്തിന് മുന്നോട്ട് ചെന്നപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. കാലക്രമേണ ജാക്സൺ ബ്രദേഴ്സ് ഗ്രൂപ്പ് ജനപ്രീതി നേടാനായി തുടങ്ങി. പബ്ബുകളിലും സ്കൂളുകളിലും ക്ലബ്ബുകളിലും ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി അവർക്ക് ഓഫേഴ്സ് വന്നു. ഈ പ്രോഗ്രാംസിൽ നിന്നുമെല്ലാം അവർക്ക് നല്ല രീതിയിൽ വരുമാനവും കിട്ടിത്തുടങ്ങി. അങ്ങനെ പലയിടത്തും പോയി പെർഫോം ചെയ്ത് ജാക്സൺ ബ്രദേഴ്സിന്റെ ഈ ഗ്രൂപ്പ് വളരെയധികം പോപ്പുലാരിറ്റി സമ്പാദിച്ചു. 1960 അമേരിക്കൻ മ്യൂസിഷ്യൻ ബെറി ഗോർഡി ജാക്സൺ ബ്രദേഴ്സിനെ തന്റെ മ്യൂസിക് റെക്കോർഡ് ബാനറായ മോട്ടൗണിനു വേണ്ടി സൈൻ ചെയ്തു. മോട്ടൗണുമായി ജാക്സൺ ബ്രദേഴ്സിന്റെ ഈ ഒത്തുചേരൽ വളരെ ബെനഫിഷ്യൽ ആയിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. അതുകൂടാതെ ജാക്സൺ ബ്രദേഴ്സ് ഈ ബാനറിന്റെ കീഴിൽ ഒരുപാട് പോപ്പ് ഹിറ്റ്സും നൽകി.
ഐ വാണ്ട് യു ബാക്ക്, ABC, ദ ലവ് യു സേവ്, ഐ വിൽ ബി ദെയർ എന്നീ സോങ്സ് അവയിൽ ചിലതാണ്. മോട്ടൗണിനൊപ്പം ചേർന്ന് നേടിയെടുത്ത ഈ സക്സസിന് ശേഷം ജാക്സൺ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിഞ്ഞിരുന്നു. അവർ കാലിഫോർണിയയിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. 1975 മോട്ടൗണിനൊപ്പം 6 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് ജാക്സൺ ബ്രദേഴ്സ് മറ്റൊരു ബാനറിനൊപ്പം ചേർന്നു. എപ്പിക് റെക്കോർഡ്സ് എന്നാണ് ആ ബാനറിന്റെ പേര്. ഈ ബാനറിനൊപ്പം ചേർന്നതിന് ശേഷം MJ തന്റെ സോളർ കരിയറിനും പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു സോളോ പെർഫോമർ എന്ന രീതിയിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ആയത് ഓഫ് ദ വാൾ എന്ന 5ാമത്തെ സോളോ ആൽബം വഴിയാണ്. ഈ ആൽബം റിലീസാകുന്നതിന് മുൻപ് മൈക്കിൾ ജാക്സൺ ചെയ്ത ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. അതാണ് പ്ലാസ്റ്റിക് സർജറി. 1979 തന്റെ മുഖത്തെ ഫീച്ചേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി MJ തന്റെ മൂക്കിന്റെ ആദ്യത്തെ റൈനോപ്ലാസ്റ്റി നടത്തി. ഈ സർജറി ചെയ്തതിന്റെ റീസണായി അദ്ദേഹം പറഞ്ഞത് റിഹേഴ്സൽ നടത്തുന്നതിനിടയിൽ സ്റ്റേജിൽ നിന്ന് വീണ് മൂക്കിനൊടിവ് പറ്റി അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി സർജറി നടത്തേണ്ടി വന്നു എന്നാണ്. MJയുടെ ഈ ആദ്യ സർജറിക്ക് ശേഷവും അദ്ദേഹത്തിന് ശ്വസിക്കാനായിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീണ്ടും സർജറി നടത്തേണ്ടി വന്നു. പക്ഷേ ഇതെല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സർജറീസിന്റെ സഹായം തേടേണ്ടി വന്നു. ഓഫ് ദി വേൾഡ് ആൽബത്തിലെ 4 സോങ്സ് ബിൽബോർഡ് ഹോട്ട് 100-ലെ ടോപ്പ് 10 പാട്ടുകളിൽ ഇടം നേടി. ഈ ആൽബത്തിന്റെ 20 മില്യണിൽ കൂടുതൽ കോപ്പികൾ വിറ്റുപോയി. 1980 MJ ഹയസ്റ്റ് റോയൽറ്റി നേടിയ ആർട്ടിസ്റ്റുമായി മാറി. ഓഫ് ദി വേൾഡിന്റെ സക്സസിന് ശേഷം 1982 MJ ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബം റിലീസ് ചെയ്തു. ഈ ആൽബമാണ് ഇന്ന് വരെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആൽബമായിട്ടിരിക്കുന്നത്. ത്രില്ലർ ആൽബത്തിലൂടെ മൈക്കിൾ ജാക്സൺ ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ് പോലുള്ള സോങ്സ് നൽകിയതുവഴി അദ്ദേഹത്തിന് 8 ഗ്രാമി അവാർഡ്സ് കിട്ടുകയുണ്ടായി. ബില്ലി ജീൻ എന്ന് പറഞ്ഞ പാട്ട് മറ്റ് പല കാര്യങ്ങൾ കൊണ്ടുകൂടി സ്പെഷ്യലായിരുന്നു. 1983 മാർച്ച് 25-നാണ് MJ കുറെ നാളുകൾക്ക് ശേഷം തന്റെ ബ്രദേഴ്സിനൊപ്പം റീയൂണൈറ്റഡ് ആയത്. കൂടാതെ അന്ന് നടന്ന ഈ കോൺസേർട്ട് NBC ടെലിവിഷനിൽ 1983 മെയ് 16-നാണ് ടെലികാസ്റ്റ് ചെയ്തത്. 47 മില്യണിൽ അധികം ആളുകൾ അത് കാണുകയുണ്ടായി. മോട്ടൗൺ 25 യെസ്റ്റർഡേ ടുഡേ ഫോറെവർ എന്ന പേരിൽ അതറിയപ്പെടുന്നു. ഈ സ്പെഷ്യൽ ഷോയിലാണ് MJ തന്റെ സോളോ പെർഫോമൻസിൽ ബില്ലി ജീൻ എന്ന പാട്ടിന് ആദ്യമായി മൂൺ വാക്ക് ചെയ്തത്. ഈ സ്റ്റെപ്പ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ സിഗ്നേച്ചർ സ്റ്റെപ്പായി മാറി. MJ തന്റെ എല്ലാ കോൺസേർട്സിലും ഈ മൂൺ വാക്ക് സ്റ്റെപ്പ് ചെയ്യുമായിരുന്നു. 1983 ആയപ്പോഴേക്കും മൈക്കിൾ ജാക്സൺ ഒരു ഗ്ലോബൽ സ്റ്റാറായി മാറിയിട്ടുണ്ട്. പാട്ടുകൾക്കൊപ്പം അദ്ദേഹം കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതേ വർഷം തന്നെ പെപ്സിക്കോ ജാക്സൺ ബ്രദേഴ്സുമായി ഒരു പ്രൊമോഷണൽ ഡീൽ സൈൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി അവർക്ക് $5 മില്യൺ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ഇത്ര വലിയൊരു ഡീൽ എന്ന് പറയുന്നത് ഏതൊരു സെലിബ്രിറ്റി സംബന്ധിച്ചും ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഡീലായിരുന്നു. പക്ഷേ MJക്ക് ഈ ഡീലിനു പകരമായി വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം കൊമേഴ്ഷ്യൽ ഷൂട്ടിന്റെ സമയത്ത് MJയുടെ മുടിക്ക് തീ പിടിച്ചു. അദ്ദേഹത്തിന് ഈ അപകടത്തിൽ 3rd ഡിഗ്രി പൊള്ളലേറ്റു. അത് കാരണം അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഹെയറും ഡാമേജായി. പൊള്ളലേറ്റത്തിന്റെ പാടുകൾ മായ്ക്കാൻ വേണ്ടി MJ മുഖത്ത് മുഴുവൻ ട്രീറ്റ്മെന്റ്സ് നടത്തി. കൂടാതെ കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി റൈനോപ്ലാസ്റ്റിയും ചെയ്തു. തലമുടി ഡാമേജ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിഗ് ധരിച്ച് പബ്ലിക്കിന് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. വിഗ് കൂടി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ലുക്സിൽ ഒന്നുകൂടി കൃത്രിമത്വം തോന്നിച്ചു. ഈ സമയത്ത് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോൺസേർട്സ് നടത്തുകയും ടൂർസ് നടത്തുകയും ഒക്കെ ചെയ്തു. 1987 അദ്ദേഹം ദ ബാഡ് വേൾഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. ആ ടൂർ 1.5 വർഷം തുടർന്നുപോയി. ഒരു വശത്ത് MJ തന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുകയും അൺബ്രേക്കബിൾ റെക്കോർഡ്സ് സൃഷ്ടിക്കുകയുമാണ്. പക്ഷേ മറുവശത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് കോൺട്രവേഴ്സീസുമായി കണക്റ്റഡ് ആകാൻ തുടങ്ങിയിരുന്നു. ഈ കോൺട്രവേഴ്സീസ് തുടങ്ങിയത് 1986 മൈക്കിൾ ജാക്സന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നതോടുകൂടിയാണ്. അദ്ദേഹം ഒരു ഹൈപ്പർബാരിക് ഓക്സിജൻ ചേംബറിൽ കിടന്നുറങ്ങുന്ന ഫോട്ടോ ആയിരുന്നു അത്. ഈ ഒരു ഫോട്ടോ പുറത്തു വന്നതോടെ പല രീതിയിലുള്ള റൂമേഴ്സ് പടരാൻ തുടങ്ങി. മൈക്കിൾ ജാക്സൺ ഏജിങ് സ്ലോ ചെയ്യാൻ വേണ്ടി ഒരു ചേംബറിനുള്ളിലാണ് ഉറങ്ങുന്നതെന്നായിരുന്നു ഒരു റൂമർ. അടുത്ത കോൺട്രവേഴ്സി ഫേഷ്യൽ സർജറി ചുറ്റിപ്പറ്റിയായിരുന്നു. 1970 ഇങ്ങനെയായിരുന്ന മൈക്കിൾ ജാക്സൺ 1980 ആയപ്പോഴേക്കും ഈ രൂപത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. മൂക്കിൻ്റെയും താടിയുടെയും സർജറീസിനൊപ്പം സ്കിൻ കളർ മുഴുവനായി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനം നേരിടേണ്ടി വന്നു. തൻ്റെ ബ്ലാക്ക് ഐഡന്റിറ്റി MJ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ബ്ലീച്ചിങ് ചെയ്ത് ശരീരത്തിന് നിറം മാറ്റിയതെന്ന് ആളുകൾ ആരോപിച്ചു. അതുകൂടാതെ MJ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് റേസിസം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഈ റേസിസം ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സ്കിൻ കളർ ചേഞ്ച് ചെയ്തതെന്നും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. പക്ഷേ MJയുടെ ശരീരത്തിൻ്റെ കളർ മാറ്റത്തിനെക്കുറിച്ചുള്ള ആളുകളുടെ ഈ ഊഹങ്ങളെല്ലാം തെറ്റായിരുന്നു. യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. മൈക്കിൾ ജാക്സൺ വിറ്റിലിഗോ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസോർഡർ കാരണം കഷ്ടപ്പെടുകയായിരുന്നു. വിറ്റിലിഗോ കാരണം അദ്ദേഹത്തിൻ്റെ സ്കിന്നിൽ വെള്ള പാണ്ടുകൾ വരികയാണ്. ഈ വെള്ള പാണ്ടുകൾ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം തന്റെ സ്കിൻ വൈറ്റ് ആക്കിയത്.
പക്ഷേ വിറ്റലിഗോയുടെ വെള്ളപ്പാടുകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ പടരുകയാണ്. ഈ വൈറ്റ് സ്പോട്ട്സ് മറയ്ക്കാൻ വേണ്ടി എം ജെ തന്റെ മുഴുവൻ ശരീരവും കവർ ചെയ്തു നടക്കാൻ തുടങ്ങി. കയ്യിൽ ഗ്ലൗസ്, സൺഗ്ലാസ്, തൊപ്പി, മാസ്ക്, ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ ധരിച്ച് അദ്ദേഹം ആ മാർക്സ് കവർ ചെയ്യാൻ ശ്രമിച്ചു. എം ജിയുടെ സ്കിൻ കളറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ 1993 എം ജിയുടെ ഡെർമറ്റോളജിസ്റ്റ് സ്വയം കൺഫേം ചെയ്തതാണ് എം ജെക്ക് സ്കിൻ ഡിസോർഡർ ഉണ്ടെന്ന്. കൂടാതെ 2009 അദ്ദേഹത്തിന്റെ മരണശേഷം ഓട്ടോപ്സി റിപ്പോർട്ടിലും ഇതേ കാര്യം തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ട്രാൻസ്ഫോർമേഷൻസും പ്ലാസ്റ്റിക് സർജറീസിനും ശേഷം എം ജെയുടെ ഫേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവൻ ചേഞ്ച് ആയതിനൊപ്പം അദ്ദേഹത്തിന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. എം ജെക്ക് എപ്പോഴും തന്റെ ശരീരം മുഴുവനും വളരെയധികം വേദന എടുക്കാൻ തുടങ്ങി. ആ വേദനകൾ കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഹൈ ഡോസ് പെയിൻ കില്ലേഴ്സിന്റെ സഹായം തേടാൻ ആരംഭിച്ചു. ഇത് പിന്നീട് ഒരു അഡിക്ഷനായി മാറുകയും എം ജെ ഒരു അഡിക്റ്റായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ അഡിക്ഷന് പിന്നിൽ ആങ്സൈറ്റി, ലോൺലിനെസ്, ഡിപ്രഷൻ എന്നീ കാരണങ്ങൾക്കപ്പുറം അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചില കോൺട്രവേഴ്സീസുമുണ്ട്. പക്ഷേ 90കളുടെ തുടക്കത്തിൽ മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1988 മൈക്കിളിന്റെ കരിയർ അതിന്റെ പീക്കിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഡൗൺഫോളിന് കാരണമായി. കാലിഫോർണിയയിൽ 2700 ഏക്കറിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാൻഷൻ പണി കഴിപ്പിച്ചപ്പോൾ മൈക്കിൾ ജാക്സന്റെ സ്വപ്നമായിരുന്ന നെവർലാൻഡ് റാഞ്ച്. ഈ മാളികയ്ക്ക് വേണ്ടി എം ജെ അന്ന് $17 മില്യൺ ചിലവഴിച്ചത്. ഇവിടെ നിന്നുമാണ് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറിയത്. മൈക്കിൾ ഈ വീട്ടിൽ കൊച്ചുകുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വസ്തുക്കൾ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫെറീസ് വീൽ, കറൗസൽ, മൂവി തിയേറ്റേഴ്സ്, സൂ തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ ബബിൾസ് എന്ന പേരുള്ള ഒരു ചിമ്പാൻസിയും ഉണ്ടായിരുന്നു. ബബിൾസ് എപ്പോഴും മൈക്കിളിന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമായിരുന്നു. ബബിൾസ് മൈക്കിളിന്റെ അതേ ബെഡിലായിരുന്നു ഉറങ്ങിയിരുന്നത്. അദ്ദേഹത്തിന്റെ അതേ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. എന്തിനേറെ മൈക്കിളിന്റെ പേഴ്സണൽ ടോയ്ലറ്റ് പോലുമായിരുന്നു ബബിൾസും ഉപയോഗിച്ചിരുന്നത്. മൈക്കിൾ ഈ വീട്ടിൽ ഗസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആ വീടിനെ ഒരു ഫാന്റസി ലാൻഡ് ആയിട്ടാണ് പറയുന്നത്. അതിനൊപ്പം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു. എസ്പെഷ്യലി ദാരിദ്ര്യം കാരണം കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്. അവരെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നെവർലാൻഡ് റാഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റി കിഡ്സും അവിടെ വരുമായിരുന്നു. ഹോം അലോൺ എന്ന സിനിമയിലെ ആക്ടർ മക്കൗളി കൾക്കിൻ മൈക്കിളിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മൈക്കിൾ ജാക്സന് മീഡിയ ഒരു പേര് നൽകി, വാക്കോ ജാക്കോ. ഈ അപകീർത്തികരമായ പേര് മൈക്കിളിനെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ പോകെ 1993 ഓഗസ്റ്റിൽ മൈക്കിൾ ജാക്സന് വലിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മേൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന്റെ ആരോപണം വന്നു. 13 വയസ്സുള്ള ജോർഡൻ ചാൻഡലറും ആ കുട്ടിയുടെ പിതാവ് ഇവാൻ ചാൻഡലറുമാണ് ഈ ആരോപണം ഉന്നയിച്ചത്. വെറും 13 വയസ്സുള്ള ജോർഡനെ എം ജെ ദുരുപയോഗം ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. മൈക്കിളിന്റെ മേൽ വന്ന ഈ ആരോപണം അദ്ദേഹത്തിന്റെ ഇമേജ് ഏതാണ്ട് മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്കിളിന്റെ സഹോദരി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതിൽ സഹോദരി പറയുകയാണ്, തന്റെ സഹോദരൻ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു വരുന്ന ഒരാളാണ്. എം ജിയുടെ ഇരകളായ കുട്ടികൾ നടന്നതൊന്നും പുറത്തു പറയാതിരിക്കാൻ പണം നൽകി എല്ലാവരും ഒതുക്കുകയാണ് ചെയ്യുന്നത് എന്ന്. മൈക്കിളിന്റെ സഹോദരി ലത്തോയയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം മൈക്കിളിന്റെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ വഷളായി. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ കുറച്ച് സെൻസിറ്റീവ് ഐറ്റംസ് മൈക്കിളിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു. ഒപ്പം ഈ കേസിന്റെ അന്വേഷണവും ആരംഭിച്ചു. 1 വർഷത്തോളം ഈ കേസിന്റെ അന്വേഷണം നടന്നു. ജോർഡന്റെ മൊഴിയല്ലാതെ മറ്റൊരു തെളിവുകളും കിട്ടാത്തതുകൊണ്ട് ലാക്ക് ഓഫ് എവിഡൻസ് കാരണം ഈ കേസ് ക്ലോസ് ചെയ്തു. മൈക്കിൾ ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചാൻഡലർ ഫാമിലിക്ക് കോടതിക്ക് പുറത്ത് $2.3 കോടി കൊടുത്തു. മൈക്കിളിന് നേരെ വന്ന ഈ അലിഗേഷൻസ് എല്ലാം ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണെന്നും അദ്ദേഹത്തിന്റെ ഇമേജ് കളങ്കപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് എം ജെയുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അതുകൂടാതെ പിന്നീട് മൈക്കിളിന്റെ സഹോദരി ലത്തോയ തന്നെ സമ്മതിക്കുകയുണ്ടായി, അതായത് താൻ മൈക്കിളിനെ കുറിച്ച് അന്ന് അങ്ങനെ പറഞ്ഞത് ഭർത്താവ് നിർബന്ധിച്ചിട്ടാണെന്ന്. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് മൈക്കിൾ ആകെ വിഷാദത്തിലായിട്ടുണ്ടായിരുന്നു. വിഷാദവും ഹെൽത്ത് ഇഷ്യൂസും കാരണം എം ജെ തന്റെ എല്ലാ പ്രൊജക്ട്സും വേൾഡ് ടൂർസും ക്യാൻസൽ ചെയ്തു. ഒപ്പം തന്റെ മേലെ ആരോപിച്ച ലൈംഗിക ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എം ജെ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മൈക്കിളിന്റെ ആദ്യ വിവാഹം നടന്നത് കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ എൽവിസ് പ്രെസ്ലിയുടെ മകൾ ലിസ മേരി പ്രെസ്ലിയുമായാണ്. 1970 ഇവർ തമ്മിൽ ആദ്യമായി മീറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും കുട്ടികളായിരുന്നു. 1990 അവർ വീണ്ടും മീറ്റ് ചെയ്യുകയും രഹസ്യമായി അവർ വിവാഹിതരാവുകയും ചെയ്തു. അന്നു പല ആളുകളും ഈ വിവാഹത്തെ ഒരു PR സ്റ്റണ്ടായിട്ടാണ് കണ്ടത്. മൈക്കിളിന്റെ ഇമേജ് രക്ഷിക്കാനും കേസുകളിൽ നിന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനും വേണ്ടിയാണ് ഈ വിവാഹം നടത്തിയതെന്നാണ് ആളുകൾ പറഞ്ഞത്. ഇവർ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു.
അവരുടെ ഡിവോഴ്സിന്റെ മെയിൻ കാരണമായിട്ട് പറയുന്നത് മൈക്കിളിന് കുട്ടികളെ വേണമായിരുന്നു. പക്ഷെ ലിസയ്ക്ക് ആദ്യ വിവാഹത്തിൽ 2 കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ലിസയ്ക്ക് ഇനി കുട്ടികൾ വേണമെന്നില്ലായിരുന്നു എന്നതാണ്. അങ്ങനെ ജാനുവരി 1996 രണ്ടുപേരും ഡിവോഴ്സ് ഫയൽ ചെയ്തു. ഡിവോഴ്സ് ആയെങ്കിലും അവർ രണ്ടുപേരും കുറെ നാൾ തങ്ങളുടെ സൗഹൃദം നിലനിർത്തിയിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 1996 മൈക്കിൾ ഡെബി റോ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഡെബി ഒരു ഡെർമറ്റോളജി അസിസ്റ്റന്റും നഴ്സുമായിരുന്നു. മൈക്കിൾ തന്റെ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഡെബിയെ കാണുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. ഒപ്പം ഡെബിക്ക് അറിയാമായിരുന്നു മൈക്കിളിന് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഡെബി ആ കാര്യം മൈക്കിളിന് ഓഫർ ചെയ്തു. പക്ഷെ MJക്ക് വിവാഹിതരാകാതെ കുട്ടികൾ വേണ്ട എന്ന അഭിപ്രായമായിരുന്നു. അദ്ദേഹം ഡെബി വിവാഹം കഴിക്കാമെന്ന് അറിയിച്ചു. അങ്ങനെ രണ്ടുപേരും 1996 നവംബറിൽ സിഡ്നിയിൽ ഒരു പ്രൈവറ്റ് സെറമണിയിൽ വെച്ച് വിവാഹം കഴിച്ചു. വിവാഹത്തിനു ശേഷം ഡെബിയിൽ മൈക്കിളിന് 2 മക്കൾ ജനിച്ചു, പ്രിൻസ് ടാക്സണും പാരിസ് ടാക്സണും. മൈക്കിളിന്റെയും ഡെബിയുടെയും വിവാഹം സ്നേഹത്തിന് പുറത്ത് നടന്ന ഒന്നല്ല. അവർ ഒന്നിച്ചുമായിരുന്നില്ല കഴിഞ്ഞിരുന്നത്. 1999 അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. കുട്ടികൾ ഉണ്ടാകാൻ മൈക്കിളിന്റെ ആരോഗ്യം നല്ലതല്ലായിരുന്നതുകൊണ്ട് അവരുടെ കുട്ടികൾ IVF വഴിയാണ് ജനിച്ചത് എന്നാണ് പറയുന്നത്. ഈ 2 മക്കളല്ലാതെ MJക്ക് മൂന്നാമതൊരു കുഞ്ഞു കൂടിയുണ്ട്, പ്രിൻസ് മൈക്കിൾ ജാക്സൺ II. ഈ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ കുഞ്ഞ് സർഗസി വഴി ജനിച്ചതാണെന്നാണ്. ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടായത് MJ ജർമ്മനി വിസിറ്റ് ചെയ്യുന്ന സമയത്താണ്. മീഡിയാസ് കുഞ്ഞിനെ കാണിക്കുമെന്ന് ആവശ്യപ്പെട്ടു. മൈക്കിൾ അപ്പോൾ തന്റെ കുഞ്ഞിന്റെ മുഖം ഒരു ടവൽ കൊണ്ട് മറിച്ച് ബാൽക്കണിയിൽ നിന്നും തൂക്കിയെടുത്ത് കാണിച്ചു കൊടുത്തു. ഈ സംഭവം കാരണം MJ ചുറ്റിപ്പറ്റി വീണ്ടും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായി. ഈ കോൺട്രവേഴ്സീസ് ഒക്കെ മാറ്റി നിർത്തി MJയെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല പിതാവായാണ് കണക്കാക്കിയിരുന്നത്. എല്ലാ രീതിയിലും ആ 3 മക്കളെയും അദ്ദേഹം നല്ലപോലെ പരിപാലിച്ചിട്ടുണ്ട്. കോൺട്രവേഴ്സീസും മറ്റു കാരണങ്ങളും കൊണ്ട് മൈക്കിൾ വലിയ വിഷാദത്തിലാവുകയും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തു. ഇതുകാരണം അദ്ദേഹം ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2.5 വർഷത്തിന് ശേഷം MJ തന്റെ കംബാക്കിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ഡബിൾ ആൽബം റിലീസ് ചെയ്യുകയും ചെയ്തു, ഹിസ്റ്ററി, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. പക്ഷേ ഈ ആൽബത്തിലെ ഒരു പാട്ട് അദ്ദേഹത്തെ വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു. ആ പാട്ടാണ് ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ്. ഈ സോങ്ങിൽ MJ ജൂയിഷ് ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയോ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചു, ഒപ്പം സ്കിൻ കളറിനെ കുറിച്ചും എന്തൊക്കെയോ ഡിസ്ക്രിമിനേറ്റീവായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നമുണ്ടായത്. പക്ഷേ MJ തന്റെ പാട്ടിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. ആളുകളാണെങ്കിൽ അതിനെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അത് കഴിഞ്ഞ് 1996 ഹിസ്റ്ററി വേൾഡ് ടൂറിന്റെ ഭാഗമായി മൈക്കിൾ ജാക്സൺ ആദ്യമായി ഇന്ത്യയിൽ വന്നു. അദ്ദേഹം മുംബൈയിൽ തന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് നൽകി. മൈക്കിൾ തന്റെ കോൺട്രവേഴ്ഷ്യൽ പാസ്റ്റിൽ നിന്നെല്ലാം അകന്നു എന്നാണ് ഈ സമയത്ത് തോന്നിയത്. കൂടാതെ ആ സമയം അദ്ദേഹം തന്റെ ഏറ്റവും ചിലവേറിയ ആൽബത്തിന്റെ ജോലികൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. $30 മില്യൺ ആയിരുന്നു അതിന്റെ ബഡ്ജറ്റ്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രൊജക്ട്സിലും കോൺസേർട്സിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം ലോകത്തിലെ പല ആർട്ടിസ്റ്റുകൾക്കുമൊപ്പം വർക്ക് ചെയ്തിരുന്നു. AR റഹ്മാൻ, പ്രഭുദേവ എന്നീ കലാകാരന്മാരോടൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ ഏറ്റവും ചിലവേറിയ ഇൻവിൻസിബിൾ ആൽബത്തിന്റെ റിലീസിന് മുന്നേ മൈക്കിൾ ജാക്സണും സോണി മ്യൂസിക്കുമായി ഒരു തർക്കമുണ്ടായി. ലൈസൻസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം മുഴുവൻ ഉണ്ടായത്. സോണിയുടെ ഒരു ടേംസുമായി എഗ്രി ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ മൈക്കിൾ സോണിക്കൊപ്പമുള്ള തന്റെ കോൺട്രാക്ട് അവസാനിപ്പിച്ചു. അവസാനം അദ്ദേഹം 2001 തന്റെ ഇൻവിൻസിബിൾ എന്ന ആൽബം റിലീസ് ചെയ്തു. ഹിസ്റ്ററി ആൽബത്തിന്റെ റിലീസിന് ശേഷം 6 വർഷം കഴിഞ്ഞാണ് ഈ ആൽബം റിലീസാകുന്നത്. ഈ ആൽബം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ആൽബവുമായിരുന്നു. ഇൻവിൻസിബിളിന് ശേഷം MJ മറ്റൊരു ആൽബം റിലീസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 2003 മൈക്കിൾ ജാക്സന്റെ മേൽ വീണ്ടും കുട്ടികളെ ചൂഷണം ചെയ്തു എന്നും മൈനേഴ്സിന് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കൊടുത്തു എന്നും ആരോപണം വന്നു. 13 വയസ്സുള്ള ഗാർവിൻ അർവീസോ എന്ന ക്യാൻസർ സർവൈവർ പറഞ്ഞു മൈക്കിൾ തന്നെ സൗഹൃദം നടിച്ച നെവർലാൻഡ് റാഞ്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ചൂഷണം ചെയ്തുവെന്ന്. അതിനുശേഷം ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മാർട്ടിൻ ബഷീർ ലിവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ചെയ്തു. ആ ഡോക്യുമെന്ററിയിൽ മൈക്കിൾ എങ്ങനെയാണ് കുട്ടികളെ നെവർലാൻഡ് റാഞ്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതെന്നും തന്റെ അതേ ബെഡിൽ അവരെ കിടത്തി ഉറക്കിയിരുന്നതെന്നും കാണിച്ചു. ഈ ഡോക്യുമെന്ററിക്ക് ശേഷം വീണ്ടും MJക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി. ഈ കേസിന്റെ ട്രയൽ കാലിഫോർണിയയിലെ സാന്റാ മരിയയിൽ 2005 ആരംഭിച്ചു. ട്രയൽ 4 മാസം നീണ്ടുനിന്നു. ഒടുവിൽ അദ്ദേഹത്തെ നിരപരാധിയെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ഒരു പ്രശ്നം കൂടിയായപ്പോൾ മൈക്കിൾ ജാക്സൺ മാനസികമായി ഒരുപാട് തളർന്നു പോയിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ അഡിക്ഷനും വല്ലാതെ കൂടി. അതുകാരണം MJക്ക് സിവിയറായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവയിൽ ഒന്നായിരുന്നു ഉറക്കം വരുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇൻസോംനിയ. 2005 കേസിന്റെ കാര്യങ്ങളൊക്കെ കാരണം മൈക്കിൾ ജാക്സന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പേരിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ലോൺ കുടിശ്ശിക കിടപ്പുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് MJക്ക് അദ്ദേഹത്തിന്റെ ഡ്രീം ഹൗസായ നെവർലാൻഡ് റാഞ്ചിനൊപ്പം നിരവധി പ്രോപ്പർട്ടീസ് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ MJ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് 4 വർഷമായിട്ടുണ്ട്. തന്റെ ബാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി MJ അവസാനം തന്റെ കംബാക്കിന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കംബാക്ക് കോൺസേർട്ടിന്റെ പേര് ദിസ് ഈസ് ഇറ്റ് എന്നായിരുന്നു. അത് മൈക്കിൾ ജാക്സന്റെ ലൈഫിലെ അവസാന കോൺസേർട്ട് ആകേണ്ടതായിരുന്നു.
2009 ജൂലൈ 13 സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ കോൺസേർട്ടിനായി ആളുകൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഈ കോൺസേർട്ടിന്റെ 10 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റ്സ് വെറും 1 മണിക്കൂർ കൊണ്ട് വിറ്റുപോയി. തന്റെ അവസാന കോൺസേർട്ടിൽ നിന്നും MJ റെക്കോർഡ് ബ്രേക്കിംഗ് വരുമാനമുണ്ടാക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ കോൺസേർട്ടിന് കുറച്ചു ദിവസം മുന്നേ മൈക്കിൾ ജാക്സന്റെ മരണം സംഭവിച്ചു. ഈ സംഭവത്തോടെ MJയുടെ ആരാധകർക്ക് അദ്ദേഹത്തിന്റെ അവസാന കോൺസേർട്ട് എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചു. 2009 ജൂൺ 25 പ്രൊപ്പഫോൾ എന്ന മരുന്നിന്റെ ഹൈ ഡോസ് കാരണം മൈക്കിൾ ജാക്സന്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് സംശയകരമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ മരണം തന്നെ ഒരു വലിയ കോൺസ്പിറസിയാണ്. ചിലർ പറയുന്നത് ഓവർഡോസ് കൊണ്ടാണ് മരണം നടന്നതെന്നാണ്. വേറെ ചിലർ പറയുന്നത് ഇതൊരു സാധാരണ മരണമല്ല, മറിച്ചൊരു കൊലപാതകമാണെന്നാണ്. ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു മ്യൂസിക് ലേബലിന് പങ്കുണ്ടെന്നാണ്. കുറച്ചുപേർ പറയുന്നു ഈ മരണത്തിന് പിന്നിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആളുകളാണെന്ന്. മൈക്കിൾ ജാക്സന്റെ മരണം വളരെയേറെ ദുരൂഹത നിറഞ്ഞതാണ്. MJ 12 ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു സംഘത്തെ തന്റെ മരുന്നുകൾ മുതൽ ഡയറ്റിന്റെ കാര്യങ്ങൾ വരെ നോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 24 മണിക്കൂറും അദ്ദേഹം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരുന്നു. 24 മണിക്കൂറും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മരുന്ന് ഓവർഡോസായി മരിക്കുന്നത്? തന്റെ സർജറീസും ആൻസൈറ്റി, വിഷാദവും ഒക്കെ കാരണം MJ കുറെ നാളെ വിഷാദത്തിനുള്ള മരുന്നും പെയിൻ കില്ലേഴ്സും എടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഉറക്കം ലഭിക്കാത്ത അസുഖം ഇൻസോംനിയ കാരണവും അദ്ദേഹം നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു അസുഖം അദ്ദേഹത്തെ എത്രമാത്രം മോശമായി ബാധിച്ചിരുന്നു എന്ന് വെച്ചാൽ ഒരു തവണ തുടർച്ചയായ 5 ദിവസം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ അസുഖത്തിൽ നിന്നും ഒരു മുക്തി കിട്ടാൻ വേണ്ടി അദ്ദേഹം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഉറക്കം കിട്ടാൻ വേണ്ടി പല മരുന്നുകൾ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു മരുന്നും MJക്ക് കാര്യമായ റിസൾട്ട് നൽകിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിസിഷ്യൻ ഒരു സ്പെഷ്യൽ മരുന്ന് അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്തു. അതായിരുന്നു പ്രൊപ്പഫോൾ. ഇത് രോഗികളെ ഓപ്പറേഷന് മുന്നേ അൺകോൺഷ്യസ് ആക്കാൻ കൊടുക്കുന്ന ഒരുതരം മരുന്നാണ്. അനസ്തേഷ്യ പോലെ ഇത് പ്രവർത്തിക്കും. ഈ ഒരു മരുന്നെടുക്കുന്നതോടെ അവസാനം മൈക്കിൾ ജാക്സന് ഉറങ്ങാൻ സാധിച്ചു. തന്റെ ഫിസിഷ്യന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് അദ്ദേഹം ഈ മരുന്ന് ട്രൈ ചെയ്യുന്നതും അവസാനം സക്സസ്ഫുൾ ആയതും. അങ്ങനെ മൈക്കിൾ ഉറക്കം കിട്ടാൻ വേണ്ടി തുടർച്ചയായി ഈ പ്രൊപ്പഫോൾ മരുന്നെടുക്കാൻ തുടങ്ങി. സത്യത്തിൽ MJക്ക് മരുന്നൊരു ശീലമായി മാറിയിരുന്നു. അദ്ദേഹം ഈ മരുന്നിനെ മിൽക്ക് എന്ന പേര് നൽകി വിളിക്കാൻ തുടങ്ങി. സാധാരണ ആളുകൾക്ക് രാത്രിയിൽ പാല് കുടിച്ചിട്ട് നല്ല ഉറക്കം കിട്ടുന്നത് പോലെ MJക്ക് ഉറങ്ങണമെങ്കിൽ പ്രൊപ്പഫോൾ എടുക്കണമായിരുന്നു. അതാണ് ആ മരുന്നിനെ മിൽക്ക് എന്ന് വിളിച്ചത്. പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മരുന്നായിരുന്നു. ഒരു മെഡിക്കൽ എക്യുപ്മെന്റിന്റെ സൂപ്പർവിഷനിലാണ് ഈ മരുന്ന് എടുക്കേണ്ടത്. രോഗിയുടെ ശരീരത്തിലുള്ള പ്രൊപ്പഫോളിന്റെ ബാലൻസ് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കാരണം ശരീരത്തിൽ ഈ മരുന്നിന്റെ അളവ് കുറച്ചെങ്കിലും കൂടിപ്പോയാൽ അത് ആ ആളുടെ ജീവന് വരെ ഭീഷണിയായേക്കാം. പക്ഷെ മൈക്കിൾ ജാക്സന്റെ പേഴ്സണൽ ഫിസിഷ്യന്റെ അടുത്ത് ഈ മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ടായിരുന്നില്ല. MJയുടെ മരണം നടന്ന 2009 ജൂൺ 25 ഒരു ദിവസം മുന്നേ ജൂൺ 24 മൈക്കിൾ തന്റെ അവസാന കോൺസേർട്ട് ദിസ് ഈസ് ഇറ്റിന്റെ റിഹേഴ്സൽ ചെയ്യുകയായിരുന്നു. റിഹേഴ്സൽ കഴിഞ്ഞ് രാത്രി 12:30 ആയപ്പോഴേക്കും അദ്ദേഹം ലോസ് ആഞ്ചലസിലുള്ള തന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഷെഫും ന്യൂട്രീഷനിസ്റ്റും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് MJ തന്റെ റൂമിലേക്ക് ചെന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇൻസോംനിയ കാരണം അദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തന്റെ പേഴ്സണൽ ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്തു. ഡോക്ടർ അദ്ദേഹത്തിന് രാത്രി 1:30 ഡയാസെപ്പാം, ലോറാസെപ്പാം, മിഡാസോളം തുടങ്ങിയ മരുന്നുകൾ നൽകി. പക്ഷെ അവയ്ക്കൊന്നും MJയിൽ ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതിനു പുറമെ അദ്ദേഹത്തിന് കുറെ ഇഞ്ചക്ഷൻസ് കൊടുത്തു നോക്കിയിട്ടും ഒരു ഉപകാരവും ഉണ്ടായില്ല. ഇതൊക്കെ ട്രൈ ചെയ്ത് 8-10 മണിക്കൂർ സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം മൈക്കിൾ പ്രൊപ്പഫോൾ മെഡിസിൻ ആവശ്യപ്പെട്ടു. ആദ്യം ഡോക്ടർ ഈ മെഡിസിൻ എടുക്കുന്നതിൽ നിന്നും മൈക്കിളിനെ തടഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സമയം രാവിലെ ഏതാണ്ട് 10:30 ആയിരുന്നു. ഉറക്കം വരാത്തത് കാരണം മൈക്കിൾ പ്രൊപ്പഫോൾ എടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ MJയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ അദ്ദേഹത്തിന് പ്രൊപ്പഫോൾ ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉറക്കം കിട്ടി. പക്ഷേ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ MJയുടെ ശരീരം മരുന്നിനോട് പ്രതികൂലമായി പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർ ഒബ്സർവ് ചെയ്തു. MJയുടെ ശ്വാസം നിലച്ചു. അദ്ദേഹത്തിന്റെ പൾസ് വല്ലാതെ കുറഞ്ഞുപോയി. MJയുടെ അവസ്ഥ വഷളാകുന്നത് കണ്ട് ഡോക്ടർ അദ്ദേഹത്തിന് CPR കൊടുത്ത് സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിച്ചു. പ്രൊപ്പഫോളിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ മറ്റൊരു ഇഞ്ചക്ഷൻ MJക്ക് കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഏകദേശം 12:15 ആയപ്പോൾ MJയുടെ പേഴ്സണൽ ഫിസിഷ്യൻ MJയുടെ അസിസ്റ്റന്റിനെ കോൾ ചെയ്തു. പക്ഷെ അസിസ്റ്റന്റ് അപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ മറ്റൊരു മെഡിക്കൽ ടീമിനെ കോൾ ചെയ്തു. മെഡിക്കൽ ടീം അവിടേക്ക് വന്നപ്പോഴേക്കും 12:30 ആയിട്ടുണ്ടായിരുന്നു. MJയുടെ ക്രിട്ടിക്കൽ കണ്ടീഷൻ കണ്ട് മെഡിക്കൽ ടീം ആദ്യം CPRഉം മറ്റു ഫസ്റ്റ് എയ്ഡും എല്ലാം കൊടുത്ത് 1:15 ആയപ്പോഴേക്കും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഒരുപാട് പരിശ്രമിച്ചെങ്കിലും മൈക്കിളിന്റെ ശരീരം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2:30 ആയപ്പോൾ മൈക്കിൾ ജാക്സന്റെ മരണം സംഭവിച്ചു. പക്ഷെ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. മൈക്കിളിന്റെ പേഴ്സണൽ ഫിസിഷ്യന് അശ്രദ്ധ കാണിച്ചതിന്റെ പേരിൽ 4 വർഷത്തെ തടവ് ശിക്ഷ കിട്ടി. MJയുടെ മരണത്തിൽ സ്ട്രേഞ്ചായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവയിലൊന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിസിഷ്യൻ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത്.
അതുകൂടാതെ MJയുടെ ശ്വാസം നിലച്ചപ്പോൾ റൂമിൽ അവൈലബിൾ ആയിരുന്ന ഓക്സിജൻ സിലിണ്ടറും ഡോക്ടർ ഉപയോഗിച്ചിരുന്നില്ല. മൈക്കിളുടെ കണ്ടീഷൻ ക്രിട്ടിക്കലായപ്പോൾ പേഴ്സണൽ ഫിസിഷ്യൻ മനഃപൂർവ്വം മെഡിക്കൽ ടീമിനെ താമസിച്ച് വിളിക്കുകയാണ് ഉണ്ടായത്, MJയുടെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നത് പോലെ. അന്ന് ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റായി ആർക്കും അറിയില്ല. പേഴ്സണൽ ഫിസിഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയിക്കുകയുള്ളൂ. അതിൽ പലതും മൈക്കിളിന്റെ ലോയേഴ്സ് വിചാരണക്കിടയിൽ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഡോക്ടർ മൈക്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ മരുന്നിന്റെ തെളിവുകളും മറ്റും മാറ്റി തെളിവുകൾ ഇല്ലാതാക്കാൻ നോക്കുകയായിരുന്നു എന്നാണ് അവർ വാദിച്ചത്. ഈ കാര്യം സാധൂകരിക്കുന്ന തെളിവുകളും അവരുടെ പക്കലുണ്ടായിരുന്നു. മൈക്കിളിന്റെ മരണത്തിന് കുറച്ചു വർഷങ്ങൾ മുന്നേ MJ സോണിയുടെ ടോമി മോട്ടോളയും റാപ്പർ എമിനെമുമായി തർക്കമുണ്ടായിരുന്നു. MJയുടെ റൈവൽസിന് അദ്ദേഹത്തിന്റെ കംബാക്ക് നടക്കാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി അവർ MJയുടെ തന്നെ പേഴ്സണൽ ഫിസിഷ്യനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ വകവരുത്തിയെന്ന് ചില ആരോപണങ്ങളുണ്ട്. മൈക്കിൾ ജാക്സന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നെങ്കിലും MJയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് മൈക്കിളിന്റെ വയറ്റിൽ കേവലം മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭക്ഷണത്തിന്റെ ഒരംശം പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ മാസങ്ങളായി മരുന്നുകളുടെ സഹായത്തോടെയാണ് സർവൈവ് ചെയ്തിരുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ശരീരം എല്ലും തോലുമായിരുന്നു. സ്കിന്നിലാണെങ്കിൽ മുഴുവൻ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻസിന്റെ പാടുകളും. മൈക്കിളിന്റെ ബോഡിയിൽ മരുന്നുകളുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ ഹൈ ഡോസിൽ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ പോലും അവ ഒരു റിസൾട്ടും നൽകാത്ത വിധമായി മാറിയിരുന്നു. മൈക്കിളിന്റെ മരണത്തിന്റെ തലേ ദിവസവും ഇതേ കാര്യം തന്നെയാണ് നടന്നത്. ഒരുപാട് മരുന്നുകൾ എടുത്തെങ്കിലും അവയ്ക്കൊന്നും ഒരു ഫലവും നൽകാൻ കഴിഞ്ഞില്ല. കൂടാതെ അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചിരുന്ന മരുന്നിന്റെ വളരെ ചെറിയ ഡോസ് പോലും ഒരു മനുഷ്യനെ കൊല്ലാൻ ഉതകുന്നതായിരുന്നു. പക്ഷേ MJയുടെ ശരീരത്തിൽ ഈ മരുന്നുകൾ ഒരു ഫലവും ഉണ്ടാക്കിയില്ല. അവസാനം ഈ മരുന്നുകളുടെ അനിയന്ത്രിതമായ അമിതോപയോഗം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി. മൈക്കിൾ ജാക്സന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരം പുറത്തറിഞ്ഞതും ആളുകൾ അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് അറിയാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ കാരണം കൊണ്ട് ആ സമയത്ത് ഇന്റർനെറ്റ് സ്ലോ ആവുകയും വെബ്സൈറ്റ്സ് ക്രാഷ് ആവുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മൈക്കിൾ ജാക്സന്റെ സംസ്കാര ചടങ്ങുകൾ ടിവിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ അത് ടെലിവിഷൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നോൺ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റായി മാറി. അമേരിക്കയിൽ മാത്രം 3 കോടി ആളുകളാണ് ആ മെമ്മോറിയൽ സർവീസ് സെറിമണി അന്ന് കണ്ടത്. പുറമേ നിന്ന് മൈക്കിൾ ജാക്സനെ നോക്കുമ്പോൾ അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയെന്ന് തോന്നും. കാരണം ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്ന എല്ലാം അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ഏറ്റവും പണം വാങ്ങുന്ന ആർട്ടിസ്റ്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ ആൾ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ കലാകാരൻ, അങ്ങനെ തുടങ്ങി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മൈക്കിൾ നേടിയെടുത്തിരുന്നു. പക്ഷെ മൈക്കിൾ ജാക്സന്റെ ജീവിതം ആഴത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ട്രാജഡി ആയിരുന്നുവെന്ന്. ശതകോടികൾ വിലമതിക്കുന്ന മ്യൂസിക് കളക്ഷന്റെ ഉടമയായിരുന്നിട്ടും $450 മില്യൺ കടബാധ്യതയോടെയാണ് മൈക്കിൾ ജാക്സൺ അന്തരിച്ചത്. ലോകം മുഴുവൻ കീഴടക്കിയ വിസ്മയത്തിന് തന്റെ കൈവശം ഉണ്ടായിരുന്നതൊന്നും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു വിരോധാഭാസമാണ്. മരിക്കുന്നതിന് 2 വർഷം മുൻപ് 2007 ജൂൺ മാസത്തിലെ ഉച്ചയ്ക്ക് ലാസ് വേഗാസിലെ ഒരു പുരാവസ്തു കടയിൽ കയറിയ ജാക്സൺ വെറും 1 മിനിറ്റിനുള്ളിൽ ചെലവാക്കിയത് $5 മില്യൺ. അത് വസ്തുവകകൾക്കോ ബിസിനസിനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അപൂർവമായ ഫർണിച്ചറുകൾക്കും ശില്പങ്ങൾക്കും വേണ്ടിയായിരുന്നു. 2009 ജൂൺ 25 അന്തരിക്കുമ്പോൾ ജാക്സന് $450 മില്യൺ കടബാധ്യതയുണ്ടായിരുന്നു. ലോകമെമ്പാടും 40 കോടിയിലധികം റെക്കോർഡുകൾ വിറ്റഴിച്ച, നിരവധി ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമായുള്ള, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗീത ശേഖരം കൈവശമുണ്ടായിരുന്ന ആ മനുഷ്യൻ സാമ്പത്തികമായി തകർന്നിരുന്നു. ആസ്തികൾ ഏറെയുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥ എന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചത്. കടക്കാരൻ ബാങ്കുകളും അദ്ദേഹത്തെ വളയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നെവർലാൻഡ് റാഞ്ചിന് വമ്പിച്ച ചിലവുകൾ ഉണ്ടായിരുന്നു. ഈ സാമ്രാജ്യം പരിപാലിക്കാൻ മാത്രം വർഷം തോറും $5 മില്യൺ ജാക്സൺ ചെലവാക്കിയിരുന്നത്. വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ തുക ചെലവായിക്കൊണ്ടേയിരുന്നു. കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ ഇത് വലിയൊരു തുകയല്ലായിരുന്നു, എന്നാൽ എല്ലാ കാലവും ഒരുപോലെ അല്ലായിരുന്നല്ലോ. നെവർലാൻഡ് റാഞ്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ജാക്സൺ അതിനുവേണ്ടിയുള്ള പണം ചെലവാക്കിക്കൊണ്ടേയിരുന്നു. ഫോബ്സ് വിശകലന പ്രകാരം 2000ന്റെ പകുതിയോടെ ജാക്സൺ തന്റെ വരുമാനത്തെക്കാൾ $20 മുതൽ $30 മില്യൺ വരെ അധികമായി ഓരോ വർഷവും ചിലവാക്കിയിരുന്നു. ജാക്സന്റെ കടബാധ്യത $285 മില്യൺ വർദ്ധിച്ചു. ജാക്സന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ജാക്സൺ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉപദേശകരും കാരണക്കാരായിരുന്നുവെന്ന് അദ്ദേഹത്തോട് അടുത്തവർ പറയുന്നു. 2000ന്റെ അവസാനത്തോടെ മൈക്കിൾ ജാക്സൺ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മക്കളുടെ ജന്മദിനത്തിന് ജാക്സൺ പാർട്ടി ഒരുക്കിയെങ്കിലും ആരും വന്നില്ലെന്നും അദ്ദേഹം തനിച്ചായിരുന്നുവെന്നും അവർ ഓർക്കുന്നു. 2005 കോടതി കേസുകൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അടിത്തറയും പ്രശസ്തിയും തകർത്തു. നിയമ പോരാട്ടങ്ങൾക്കായി മില്യണുകൾ ചെലവായി. 2009 ജൂൺ 25 ലോസ് ഏഞ്ചലസിലെ വാടക വീട്ടിൽ വെച്ച് 50-ാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ മരണസമയത്ത് ലോകമെമ്പാടും നിന്നായി 65ഓളം ക്ലെയിമുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു.
ജാക്സന്റെ എസ്റ്റേറ്റ് മാനേജർമാർ കർശനമായ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നു. 2016 സോണി ATVയിലെ അദ്ദേഹത്തിന്റെ ഓഹരികൾ $750 മില്യൺ വിറ്റു, കടങ്ങൾ തീർത്തു. 2024 നടന്ന മറ്റൊരു കച്ചവടത്തോടെ എസ്റ്റേറ്റിന്റെ മൂല്യം $3.5 ബില്യൺ ഉയർന്നു. സാമ്പത്തിക വിദ്യാഭ്യാസമില്ലാതെ ലഭിച്ച പ്രശസ്തി, നെതർലൻഡ് ബ്രാഞ്ചിന്റെ അമിത ചെലവ്, ആഭരണങ്ങൾക്കും വിമാനങ്ങൾക്കും വേണ്ടിയുള്ള ധൂർത്ത്, തെറ്റായ ഉപദേശകർ, നിയമ പോരാട്ടങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തെ തകർത്തു. $1 ബില്യൺ ആസ്തി ഉണ്ടായിട്ട് 450 മില്യൺ കടക്കാരനായി അദ്ദേഹം മരിച്ചു. ഗാരിയിലെ ആ 2 മുറികളുള്ള വീട്ടിൽ തന്റെ സഹോദരങ്ങൾക്കൊപ്പം താമസിച്ച കാലമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ സാമ്പത്തിക കാലഘട്ടമെന്ന് പറയാം. ലോകം ഇന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ നൃത്തം ചെയ്യുന്നു. എന്നാൽ മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയെ ലോകം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയോ എന്ന് ഇന്നും വ്യക്തമല്ല. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.